യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി കരിങ്കടൽ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയും അമേരിക്കയും തമ്മിൽ ധാരണയിൽ ഏർപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ വ്യാപാരത്തിനും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും തടസ്സമാകുന്ന നിരവധി ഉപരോധങ്ങൾ അമേരിക്ക നീക്കിയതിനു ശേഷം മാത്രമായിരിക്കും കരാർ പ്രാബല്യത്തിൽ വരൂ എന്നാണ് റഷ്യ പ്രധാനമായിട്ടും അറിയിച്ചിട്ടുള്ളത്. ക്രൈംലിനും വൈറ്റ് ഹൗസും പ്രധാനമായിട്ടും അഭിപ്രായപ്പെടുന്നത് കരാറിന്റെ ഭാഗമായി കാർഷിക വളം കയറ്റുമതിയിൽ ലോകവിപണിയിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര ഇൻഷുറൻസ് ചെലവുകൾ കുറയ്ക്കുന്നതിനും അത്തരം ഇടപാടുകൾക്കായി തുറമുഖങ്ങളിലേക്കും പേയ്മെന്റ് സംവിധാനത്തിലേക്കുമുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്ക സഹായിക്കുമെന്നാണ്. റഷ്യൻ കാർഷിക ബാങ്കിനും ഭക്ഷ്യവളങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിനൊപ്പം തന്നെ റഷ്യൻ പതാകയുള്ള കപ്പലുകൾ, തുറമുഖ സേവനങ്ങൾ, കാർഷിക യന്ത്രങ്ങളുടെയും അനുബന്ധ വസ്തുക്കളുടെയും റഷ്യയിലേക്കുള്ള വിതരണം എന്നിവയ്ക്കെല്ലാം ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനും കരാർ വിഭാവനം ചെയ്യുന്നതായി റഷ്യ നിലവിൽ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് സംബന്ധിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിട്ടില്ല. റഷ്യക്കെതിരായ ചില ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് തന്റെ ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 5-6 നിബന്ധനകളാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. തങ്ങൾ അതിന്റെ എല്ലാ നിയമവശങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പിൻവലിക്കുകയുള്ളൂവെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. അതേസമയം തന്നെ ഉപരോധ വിഷയം സംബന്ധിച്ച് യുക്രൈന് ശരിയായ വിശദീകരണം നൽകാതെയാണ് അമേരിക്ക റഷ്യൻ പ്രതിനിധി സംഘവുമായി ചർച്ച ചെയ്തതെന്ന് ആരോപിച്ചും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്ത് വന്നിരുന്നു. അമേരിക്കൻ നിലപാടുകൾ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താനാണെന്ന് അദ്ദേഹം ശക്തമായി തന്നെ അവകാശപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യയിൽ അമേരിക്ക റഷ്യൻ രാജ്യങ്ങളിലെ വിദഗ്ധ സംഘങ്ങൾ നടത്തിയ യുക്രൈൻ സംഘർഷത്തെ കേന്ദ്രീകരിച്ചുള്ള 12 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ കരിങ്കടൽ ധാന്യ സംരംഭം പുനർജീവിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും സമ്മതിക്കുകയും ചെയ്തിരുന്നു. 2022 ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയും തുർക്കിയും ചേർന്ന് മധ്യസ്ഥത വഹിച്ച ഈ കരാർ അനുസരിച്ചും യുക്രൈൻ കാർഷിക ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി കയറ്റുമതി ചെയ്യുന്നതിനും റഷ്യൻ ധാന്യങ്ങളുടെയും വളങ്ങളുടെയും കയറ്റുമതിയിലുള്ള ഉപരോധങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നീക്കം ചെയ്യില്ലെന്ന വ്യവസ്ഥയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിർണായക നീക്കവുമായി യുഎസും രംഗത്ത് വരികയുണ്ടായി. കരിങ്കടൽ വഴിയുള്ള വെടിനിർത്തൽ കരാറിനാണ് റഷ്യയും യുക്രൈനും നിലവിൽ സമ്മതം അറിയിച്ചിട്ടുള്ളത്. വൈറ്റ് ഹൗസ് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം പ്രധാനമായിട്ടും ഇവർ അറിയിച്ചത്. കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകളും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും ആക്രമിക്കില്ല എന്നും കരാറിന്റെ ഭാഗമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. കരിങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് വെടിനിർത്തൽ കരാറിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും മുന്നേ ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം റഷ്യ ഉന്നയിച്ചിരുന്നു. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഭക്ഷ്യ കയറ്റുമതി എന്നിവയ്ക്കെതിരായ ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നാണ് റഷ്യ കൂടുതലും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഉപരോധങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവണമെങ്കിൽ യുഎസ് യുക്രൈനോട് ബന്ധപ്പെടണമെന്നും റഷ്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാശ്വതവും നിലനിൽക്കുന്നതുമായ സമാധാന അന്തരീക്ഷം കൈവരിക്കുന്നതിനായി യുക്രൈനും റഷ്യയും തുടർന്ന് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാർഷിക വളം കയറ്റുമതി ലോക വിപണിയിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര ഇൻഷുറൻസ് ചെലവുകൾ കുറയ്ക്കുന്നതിനും യുഎസ് റഷ്യയെ സഹായിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ വെടിനിർത്തലിനായി ചർച്ചകൾ നടക്കുമ്പോഴും ഒരു വശത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.